2022 ജൂലൈ 6 ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ടൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ സമയത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോങ് വീഡിയോസ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി പല ടോപ്പിക്കുകൾ, പല ഏരിയയിലുള്ള സയൻസ് റിലേറ്റഡ് ടോപ്പിക്കുകൾ നോക്കും. പക്ഷേ ഒരു തൃപ്തി വരില്ല, മാറ്റി വെക്കും. ചില ടോപ്പിക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഇത് കിടിലൻ ടോപ്പിക്ക്, അപ്പം നമ്മൾ ഈ ടോപ്പിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അപ്പം കൂടുതൽ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, വേറെ രീതിയിൽ പഠിക്കുകയാണ്, ഇത് വേറൊരു സ്റ്റൈൽ കണ്ടന്റ്, ഇങ്ങനെ ചിന്തിച്ച് പോകും. അങ്ങനെ മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെച്ച് ഇപ്പോൾ ഏകദേശം 2 വർഷമായി. ഞാനൊരു ക്രോണിക് പ്രൊക്കാസ്റ്റിനേറ്ററാണ്. എൻ്റെ ഒരു മെയിൻ പരിപാടി ഓവർ തിങ്കിങ്ങും അതിലൂടെ ഉണ്ടാകുന്ന പ്ലാനിങ്ങാണ്. അപ്പം ഞാൻ ഈ ബ്രഹ്മാണ്ഡ പ്ലാനിങ് ചെയ്യുമ്പോൾ ബ്രെയിനിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഇതിലൂടെ ഉണ്ടാവുന്ന സക്സസ്സും അതുവഴി ഉണ്ടാകുന്ന റവന്യൂവും അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈലും, ഡെയിലി സ്വാദിഷ്ടമായ നോൺ വെജ് ഭക്ഷണം, അങ്ങനെയുള്ള പല ലൈഫ് സ്റ്റൈലും ബ്രെയിൻ ഇങ്ങനെ ഫ്യൂച്ചറിൽ കാണും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് ടൈം ബയാസാണ്. എന്താണ് ടൈം ബയാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വളരെ സമയമെടുത്തതിന് ശേഷം അവസാനം കിട്ടുന്ന ഒരു സക്സസ് അല്ലെ ഒരു ഹാപ്പിനെസ്, അതിനേക്കാൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നൊരു ഹാപ്പിനെസ്സിനോ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നൊരു ഗ്രാറ്റിഫിക്കേഷനൊക്കെയാണ്. ഈ കാര്യം മുതലെടുക്കുന്ന ഒരു വൃത്തികെട്ടവനാണ് ബ്രെയിനിൻ്റെ ലിംബിക് സിസ്റ്റം. ഈ ലിംബിക് സിസ്റ്റം ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ്സിനായിട്ടുള്ള പരിപാടികൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകും, ഫോൺ ഉപയോഗിക്കുക, ഇൻസ്റ്റാഗ്രാം കണ്ടിരിക്കുക, അവിടുന്ന് വേറെ വഴി പോവുക. ഈ പ്രൊക്കാസ്റ്റിനേഷൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ഹാപ്പിനെസ് തരുമെന്ന് തോന്നിയാലും അതങ്ങനെ തോന്നിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മളൊരു വലിയ നിരാശയിലേക്കും വലിയൊരു പരാജയത്തിലേക്കുമാണ് പോകുന്നത്. ചിലപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഒത്തു വന്ന സമയത്ത് ഞാനൊരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ സൈക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഡെയിലി എത്ര നേരം ഫോൺ ഉപയോഗിക്കും, സ്ക്രീൻ ടൈം എത്രയാണ്? അപ്പം ഞാൻ പറഞ്ഞു ഒരു 5-5.5 മണിക്കൂർ, അതിൽ കൂടെ പോകില്ല. അപ്പം ഫോൺ അവിടെ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാൻ ലിറ്ററലി ഞെട്ടിപ്പോയി. കാര്യം 10 മണിക്കൂറിന് മുകളിലുണ്ട് എൻ്റെ സ്ക്രീൻ ടൈം ആവറേജ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു ഫോൺ അഡിക്റ്റ് കൂടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടോ? അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വന്ന സീൻ ഇതായിരുന്നു. എൻ്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? അപ്പോൾ ഡോക്ടർ പറഞ്ഞതും പല പഠനങ്ങൾ പറയുന്നതും ഈ പ്രൊക്കാസ്റ്റിനേഷൻ ഉള്ളൊരു കാരണം ലാക്ക് ഓഫ് കോൺഫിഡൻസ്, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെയാണ്. ശരിക്കും ആ ഫസ്റ്റ് സെഷൻ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം രണ്ടാമത്തെ സെഷനിലേക്ക് ഞാൻ പോയാൽ ഭയങ്കര ആവേശത്തിലായിരുന്നു. കാര്യം ഞാൻ എൻ്റെ സ്ക്രീൻ ടൈമൊക്കെ ഏകദേശം 6.5 മണിക്കൂറിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു അക്കംപ്ലിഷ്മെൻറ്റ് കിട്ടുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ഒക്കെ ആയിട്ടാണ് പോയത്. പിന്നീട് മനസ്സിലായ കാര്യം, ഈ തെറാപ്പി കുറച്ചധികം ഡ്യൂറേഷൻ വേണ്ടി വരും, കുറേയധികം നാൾ എക്സിക്യൂട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ 3-ാമത്തെ 4-ാമത്തെ പിന്നീടുള്ള എല്ലാ സെഷൻസും ഞാൻ മാറ്റി വെച്ചു. വളരെ നല്ല ഡോക്ടർ എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു എല്ലാ കഥയ്ക്കും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമല്ലോ. 9 മാസം മുമ്പ് ഒരു സോണിയുടെ ക്യാമറ, മിറർലെസ് ക്യാമറ, ഫുൾ ഫ്രെയിം 4K ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു 2.25 ലക്ഷം രൂപയൊക്കെ സ്പെൻഡ് ചെയ്തൊരു ക്യാമറ മേടിച്ചു. ഒരു ഐഡിയ ഉണ്ട്, അതായത് ഒരു പാൻ ഇന്ത്യൻ ബിരിയാണി ഡോക്യുമെൻ്ററി, അതായത് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ റീജിയണിലെ ബിരിയാണിയെക്കുറിച്ച് സയൻസും കൾച്ചറും ഹിസ്റ്ററിയൊക്കെ വെച്ച് പഠിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുക. അങ്ങനെ അന്നത്തെ പല പ്ലാനുകളാണ്. അപ്പോൾ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും നല്ലൊരു ക്യാമറ വേണം. അങ്ങനെ ആ ക്യാമറയൊക്കെ മേടിച്ചു. അപ്പോൾ ക്യാമറ മേടിച്ചപ്പോൾ ഞാൻ കൂട്ടത്തിലൊരു ഡ്രൈ ബോക്സിന് മേടിച്ചിരുന്നു. ക്യാമറ ഡ്രൈ ബോക്സിനകത്ത് കയറിയിരുന്നു. ഇന്നേ വരെ ഞാൻ ആ ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരൊറ്റ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല, ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കുറച്ച്. 2.25 ലക്ഷം രൂപ ഒരു ഡെഡ് മണിയായിട്ട് അവിടെ ഇരിക്കുക കഴിഞ്ഞ 9 മാസമായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ലാസ്റ്റ് ഇതെങ്കിലും ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും. അങ്ങനെ ഞാൻ കഴിഞ്ഞൊരു 10 ദിവസം ആയിട്ട് ഒരു ടോപ്പിക്ക്, അപ്പോൾ 10 ദിവസത്തിന് മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തു ഈ ടോപ്പിക്ക് 3 ദിവസം കൊണ്ട് തീർക്കണം. പിന്നെ 3 ഒരു 6-8ആയി. പക്ഷേ ആ ടോപ്പിക്ക് ഭയങ്കര കൺവിൻസിങ് ആണ്. പക്ഷേ വീണ്ടും ടോപ്പിക്ക് പഠിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ടോപ്പിക്ക് കിട്ടില്ല. ടോപ്പിക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് ഡെപ്തിൽ നോക്കണം, അത് കുറച്ചുകൂടി വന്നിട്ട് വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ ആ ടോപ്പിക്ക് മാറ്റി വെച്ചു. ശരിക്കും കാർൽ മാർക്സ് ആരെ പറഞ്ഞിട്ടില്ലേ, മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ മാറ്റം. എൻ്റെ കാര്യത്തിൽ മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ, അത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്.